സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് കർണാടകയിലെ ഹസൻ ജില്ലയിലുള്ള ഹലേബീഡ് എന്ന സ്ഥലത്താണ്. ഹലേബീഡിൻ്റെ ഒന്നാം ഭാഗം എല്ലാവരും കണ്ടു കാണുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർണാടകയിലെ ഹോയ്സാല രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്ന ദ്വാരസമുദ്രമാണ് ഇന്ന് ഹലേബീഡ് എന്ന് അറിയപ്പെടുന്നത്. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ഈ കാണുന്ന ഹലേബീഡിലെ ഹോയ്സാലേശ്വര ക്ഷേത്രത്തിൻ്റെ പുറംഭാഗം ഏതാണ്ട് പൂർണ്ണമായും കണ്ടു. ഇന്നിപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇവിടുള്ള നന്ദി മണ്ഡപത്തിനുള്ളിലെ സൂര്യക്ഷേത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. വെളിയിൽ നല്ല മഴയാണ്. നമ്മൾ ഈ കാണുന്നതാണ് സൂര്യദേവൻ്റെ പ്രതിഷ്ഠയാണ്. നവഗ്രഹങ്ങളാൽ നയിക്കുന്ന തേരിലിരിക്കുന്ന സൂര്യദേവനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. വെളിച്ചം തീരെ കുറവാണ്, അകത്ത് ലൈറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മൊബൈലിൻ്റെ വെട്ടത്തിലാണ് ഈ വിഗ്രഹം ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. നല്ല സൂപ്പർ മഴയും കാറ്റുമാണ്. ഈ നന്ദി മണ്ഡപത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് നനയുന്നില്ല. കുടയൊക്കെ ഉണ്ട്, പക്ഷേ കുടയൊന്നും പിടിച്ചിട്ട് കാര്യമില്ല. ഇവിടുത്തെ മഴയെല്ലാം ഇങ്ങനെയാണ്, ഭയങ്കര ശക്തിയിലുള്ള മഴയും. പക്ഷെ മഴയുടെ ഒപ്പമുള്ള കാറ്റാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ നനയ്ക്കുന്നത്. എന്തായാലും മഴ കുറയുന്നിടം വരെ ഇതിനകത്ത് നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത്. സമയം ഏതാണ്ട് 6 മണി കഴിഞ്ഞു, സന്ധ്യയായി തുടങ്ങി. കാറ്റും മഴയും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഒന്നും കൂടെ വെളിച്ചം കുറവാണ്. ഇതിനകത്ത് പൊതുവെ വെളിച്ചമൊക്കെ കുറവാണ്, കുറച്ച് ലൈറ്റുകളേ ഉള്ളൂ. നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. നേരെ കാണുന്നതാണ് ഇവിടുത്തെ ശിവലിംഗ പ്രതിഷ്ഠ. ഇരട്ട ശിവലിംഗങ്ങളാണുള്ളത് ഈ ക്ഷേത്രത്തിനകത്ത്. 2 ശ്രീകോവിലായിട്ട് ഓരോ ശിവലിംഗങ്ങൾ. വലിയ ശിവലിംഗമാണ്. ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗമാണ് നമ്മൾ കാണുന്നത്. വലിയൊരു ഹാളാണ്. ആ ഹാളിനകത്ത് 2 ശ്രീകോവിലും 2 ശ്രീകോവിലും ഓരോ ശിവലിംഗ പ്രതിഷ്ഠയും. അതാണ് ഇവിടുത്തെ രീതി. ഇതിനകത്ത് തന്നെ ചെറിയ ചെറിയ ശ്രീകോവിൽ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ട്. അതിൻ്റെ അകത്ത് ഉപപ്രതിഷ്ഠകളുണ്ട്. ഇതതുപോലെ ചെറിയൊരു ശ്രീകോവിൽ പോലത്തെ സംഭവമാണ്. ഇതിൻ്റെ അകത്ത് ശരിക്കുണ്ടായിരുന്ന പ്രതിഷ്ഠയൊക്കെ എടുത്ത് മാറ്റപ്പെട്ടു. ഇപ്പോൾ അതിന് പകരമായിട്ട് വെച്ചിരിക്കുന്ന ചെറിയൊരു ശില്പമാണ് നമ്മൾ കാണുന്നത്. വെളിച്ചം കുറവാണ്, അതുകൊണ്ട് എന്തുമാത്രം ക്ലിയർ ആകുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാൻ മേല. മൊബൈലിൻ്റെ പ്രകാശത്തിലാണ് ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത്. ജൂണ് മഴക്കാലമായതുകൊണ്ട് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല ഈ സമയത്ത്. പിന്നെ മഴ ഇപ്പം നിലവിൽ പെയ്യുന്നുള്ളത് കൊണ്ട് ഇവിടെ കാണാൻ വൈകുന്നേരം വന്നിരിക്കുന്ന കുറച്ച് ആൾക്കാർ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നതുകൊണ്ടുള്ള കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ. ഇത് നിത്യപൂജയുള്ള അമ്പലമൊന്നും അല്ല. ഇവിടെ ഒരു പൂജാരിയൊക്കെ ഉണ്ട്. എന്നാലും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ബേലൂർ കണ്ട പോലെയുള്ള ചിട്ടയോടെയുള്ള പൂജാ കാര്യക്രമങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇതിനകത്ത് 2 ശിവലിംഗ പ്രതിഷ്ഠകളുണ്ടെന്ന് പറഞ്ഞു, 2 ശ്രീകോവിലും ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ശിവലിംഗ പ്രതിഷ്ഠയും ശ്രീകോവിലും നമ്മൾ കണ്ടു. അവിടുന്ന് രണ്ടാമത്തെ ശിവലിംഗ പ്രതിഷ്ഠയുള്ള ശ്രീകോവിലിൽ അങ്ങോട്ട് നമ്മൾ നടക്കുകയാണ്. ഇത് വലിയൊരു പാസേജാണ്. ഈ ഇതിനകത്തുള്ള 2 ശ്രീകോവിലുകളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വലിയൊരു പാസേജാണ്. ആ പാസേജിൻ്റെ 2 വശത്തുമുള്ള സംഭവങ്ങളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സീലിംഗ് ആണ്. അസാമാന്യ രീതിയിലുള്ള കുത്തുപണികളാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കാറ്റും വെളിച്ചവും ഉറപ്പാക്കുന്നത് ഇതുപോലെയുള്ള വെന്റിലേഷനുകളാണ്. തൂണുകളൊക്കെ ഭയങ്കര മിനുസമുള്ള ഭയങ്കര വലിയ തൂണുകളാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ശ്രീകോവിൽ. ഇതിൻ്റെ അകത്ത് ഒരു ശിവലിംഗ പ്രതിഷ്ഠ മുമ്പേ കണ്ട പോലെ തന്നെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് വെളിച്ചമൊന്നും തീരെയില്ല. ചെറിയൊരു വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്. ആ വിളക്കിൽ നിന്നുള്ള പ്രകാശത്തിലാണ് നമ്മൾ ഈ കാണുന്നത്. ശ്രീകോവിൽ മറ്റതുപോലെ തന്നെ വലിയ ശ്രീകോവിലാണ്. ശിവലിംഗ പ്രതിഷ്ഠ അത്രയുള്ളത് തന്നെയാണ്. ഇത് ദ്വാരപാലകരാണ് 2 സൈഡിലുമുള്ള. ഇത്രയും വെളിച്ചക്കുറവായിരിക്കും എന്നുള്ള യാതൊരു ഇല്ലായിരുന്നെങ്കിൽ ഞാനൊരു ടോർച്ചോ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ കരുതിയേനെ. എന്തായാലും അതുകൊണ്ട് തന്നെ ഇതിനകത്തെ വീഡിയോ അധികം എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ബോറിങ് ആവുമായിരിക്കും. നമ്മൾ
അപ്പം മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങപ്പത്തെ സൈഡിലുള്ള വാതിലിൻ്റെ അങ്ങോട്ട് എത്തി. അതുകൊണ്ടാണ് ഇത്രയും വെളിച്ചം. ഇത് വെളിയിലോട്ട് ഇറങ്ങുന്ന വാതിലാണ്. 3 ഭാഗത്ത് ഇതുപോലുള്ള വാതിലുണ്ട്. 3 ഭാഗത്തായി 4 വാതിലുകളാണ് ഉള്ളത്. ശിവലിംഗ പ്രതിഷ്ഠയുടെ നേരെ പിൻവശത്ത് മാത്രമാണ് വാതിലുകളില്ലാത്തത്. 2 ശിവലിംഗ പ്രതിഷ്ഠയുടെയും നേരെ എതിർവശത്ത് ഓരോ നന്ദി മണ്ഡപങ്ങളുണ്ട്. അതിന് മുൻപിൽ അതുകൊണ്ട് തന്നെ ഓരോ വാതിലുകളുമുണ്ട്. അങ്ങനെ 2 വാതിലുകളും പിന്നെ 2 വശത്തായിട്ട് ഓരോ വാതിലുകളും. അങ്ങനെ മൊത്തത്തിൽ 4 വാതിലുകളാണുള്ളത്. നേരെ കാണുന്നത് നമ്മൾ 2ാമത്തെ ശിവലിംഗ പ്രതിഷ്ഠയുടെ എതിർവശത്തുള്ള നന്ദി മണ്ഡപമാണ്. ഒരു കാലത്ത് സകല ചിട്ടവട്ടങ്ങളോടും കൂടി വളരെ പ്രൗഢിയോടെ അനുഷ്ഠാനങ്ങൾ നടന്നു പോന്നിരുന്ന ഈ മഹാക്ഷേത്രം ഇന്നും വലിയ കേടുപാടുകളൊന്നുമില്ലാതെ ഇവിടെ നിലകൊള്ളുന്നത്. ഏതെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ഇത് വന്ന് കാണണം. ഇത് കേരളത്തിൽ നിന്ന് അധികം ദൂരമൊന്നുമല്ല. നമ്മൾ ശ്രവണബെലഗോളയും ഒക്കെ കാണാൻ പോകുന്ന കൂട്ടത്തിൽ അവിടുന്ന് വളരെ ദൂരെയായിട്ടല്ല. ശ്രവണബെലഗോളയിൽ നിന്ന് ഒരു കഷ്ടിച്ച് 50-60 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ ബേലൂരും ഹലേബീഡ് 2 സ്ഥലവും വന്ന് കാണേണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. നമ്മൾ 2ാമത്തെ ശിവലിംഗ പ്രതിഷ്ഠയുടെ അടുക്കൽ നിന്ന് തിരിച്ച് ആദ്യത്തെ ശിവലിംഗ പ്രതിഷ്ഠ ഇരിക്കുന്ന ശ്രീകോവിലിനടുത്തേക്ക് വന്നിരിക്കുന്നു. ഇവിടെ ഒരു പൂജാരിയുണ്ട്. നമുക്ക് കാണിക്ക അർപ്പിക്കാനുള്ള സംവിധാനങ്ങളുമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് വിളക്കുകളൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ലൈറ്റും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുമാതിരി വ്യക്തമായിട്ട് കാണാൻ പറ്റും. ശ്രീകോവിലിനൊരു വാതിലും ഒക്കെ ഉണ്ട് ഇവിടെ. മറ്റേ സ്ഥലത്ത് ചെറിയൊരു വേലി പോലെ കെട്ടി വെച്ചിട്ടേ ഉള്ളൂ നമ്മൾ അകത്തോട്ട് കയറാതിരിക്കാനായിട്ട്. ഒരു ചെറിയ വിളക്കും വെച്ചിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് എന്നൊക്കെ ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും മൊബൈലൊക്കെ വെച്ച് എല്ലാം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനും എടുക്കുന്നു. ഇവരാരും ഇതുവരെ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഇത് യുനെസ്കോയുടെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ്. ഞാനിപ്പോൾ ശ്രീകോവിലിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ശിവലിംഗ പ്രതിഷ്ഠയുടെ നേരെ എതിർവശയായിട്ട് ഒരു ഉയർന്ന പ്രതലത്തിൽ ചെറിയൊരു നന്ദിവാഹനവും ഉണ്ട്. നമ്മൾ പതുക്കെ ക്ഷേത്രത്തിനകത്തുനിന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. വലിയ കാറ്റും മഴയൊക്കെ മാറി ചെറിയ ചാറ്റലിപ്പോഴും ഉണ്ട്. ഞാൻ കുട പിടിച്ചാണ് നടക്കുന്നത്. ഇതുവഴിയാണ് നമ്മൾ ഈ ക്ഷേത്ര കോംപ്ലക്സിലോട്ട് കയറി വന്നത്. ഹലേബീഡ് എന്ന വാക്കിനർത്ഥം ഓൾഡ് ക്യാപിറ്റൽ സിറ്റി അഥവാ പഴയ തലസ്ഥാന നഗരം എന്നാണ്. കന്നഡത്തിലുള്ള വാക്കാണ് ഈ ഹലേബീഡ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ നഗരത്തിൻ്റെ പുരാതന നാമം ദ്വാരസമുദ്രം എന്നാണ്. ചരിത്രത്തിലൊക്കെ അങ്ങനെയാണ് ഈ ഹലേബീഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ദ്വാരസമുദ്രം എന്ന് പറയാനായിട്ട് കാരണം ഈ നഗരം പണിതിരിക്കുന്നത് വലിയൊരു തടാകത്തിനോട് ചേർന്നാണ്. അതുകൊണ്ടാണ്. അത് കൃത്രിമമായിട്ടുണ്ടാക്കിയ തടാകമാണ്. ഹോയ്സാല രാജാക്കന്മാർ വലിയ തടാകമാണ്. ഈ ക്ഷേത്ര കോംപ്ലക്സിൽ നിന്ന് നമുക്ക് ആ തടാകം കാണാം. കഴിഞ്ഞ ഭാഗത്തിൽ ഞാൻ ആ ലോഡ്ജിൻ്റെ അവിടെ നിന്നുകൊണ്ട് ആ തടാകമൊക്കെ കാണിച്ചു തന്നായിരുന്നു. നമുക്ക് ശകലം കഴിയുമ്പോൾ അങ്ങോട്ട് പോകാം. ഇന്നിപ്പോൾ അതിന് സമയം കിട്ടുമോയെന്ന് അറിയാൻ മേല, ഇരുട്ടായി തുടങ്ങിയതുകൊണ്ട്. അതല്ലെങ്കിൽ നാളെ രാവിലെ ആണെങ്കിലും ഞാൻ അങ്ങോട്ട് പോകും. എല്ലാവരെയും അതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇതിപ്പോൾ ക്ഷേത്രത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു വെളിയിൽ നിന്നുകൊണ്ടുള്ളൊരു വ്യൂ ആണ്. അതിമനോഹരമാണ് ഈ ക്ഷേത്രം എന്ന് പറയാതിരിക്കാനായിട്ട് ഒരു നിവൃത്തിയില്ല. അത്രയ്ക്ക് ഭംഗിയാണ്. എത്ര കണ്ടാലും മതി വരികയില്ല. പ്രദേശിൽ പോയി ഖജുരാഹോയും നമ്മുടെ തമിഴ്നാട്ടിൽ തഞ്ചാവൂരും മഹാബലിപുരവും കാഞ്ചീപുരവും ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോയി ധാരാളം ക്ഷേത്രങ്ങൾ കാണുകയും തൊഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു അമ്പലം ഞാൻ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. എനിക്ക് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും മനോഹരമായ അമ്പലം ഈ ഹലേബീഡ് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇത് ആർക്കിയോളജിക്കൽ സർവേ സ്ഥാപിച്ചിട്ടുള്ളൊരു ഫലകമാണ്. ഇതിൽ ഹലേബീഡിനെ കുറിച്ചും ഇവിടുത്തെ ടെമ്പിൾ കോംപ്ലക്സിനെ കുറിച്ചുമൊക്കെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്.
അപ്പുറത്ത് കന്നഡത്തിലും അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. മഴ മാറിയെങ്കിലും നല്ല മഴക്കാറുണ്ട് ഇപ്പോഴും. ഇനിയും പെയ്യുമോയെന്ന് അറിയാൻ മേല. എന്തായാലും നമ്മൾ ഈ ഹൊയ്സാലേശ്വര ക്ഷേത്രം കണ്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ആ കാണുന്നത് ഹൊയ്സാല രാജാക്കന്മാരുടെ എംബ്ലമാണ്, രാജചിഹ്നമാണത്. അത് ഗണപതിയുടെ വലിയൊരു പ്രതിഷ്ഠയാണ്. കയറി വരുന്ന ഭാഗത്താണ് ഇതൊക്കെ ഉള്ളത്. ക്ഷേത്രത്തിൻ്റെ വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് കവാടത്തിനടുക്കിലെത്തി ഞാനിപ്പം. ഇവിടെ നിന്നുള്ള ക്ഷേത്രത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു കാഴ്ചയാണിത്. ഇന്നലെ സന്ധ്യ കഴിഞ്ഞു, 6:30 കഴിഞ്ഞു തൊഴുത് ഇറങ്ങി എല്ലാം കണ്ടിറങ്ങിയപ്പം. ഇന്ന് രാവിലെ ഈ ടെമ്പിൾ കോംപ്ലക്സിലുള്ള ബാക്കി സംഭവങ്ങളെല്ലാം കാണാനായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. നമുക്ക് ഓരോന്നായിട്ട് വീണ്ടും കാണാം. സിൽവർ ട്രംപറ്റ് ട്രീ എന്ന് പറയുന്ന ഒരു മരമാണ്. ഞാനിതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു മരം. എന്താണ് നമ്മുടെ നാട്ടിലുള്ള ആണെന്ന് തോന്നുന്നില്ല. ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി 3-4 മരങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പൂവൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. നല്ല കട്ടിയുള്ള തോടുള്ള ഒരു കായുമുണ്ട് ഈ മരത്തിൽ. ഓറഞ്ചും ചുവപ്പും കൂടിയുള്ള കളറാണ് ഇതിൻ്റെ പൂവിന്. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ഇവിടുത്തെ ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ്. ഇവിടുത്തെ ആർക്കിയോളജിക്കൽ മ്യൂസിയമാണത്. ഇവിടെ കയറാനായിട്ട് ടിക്കറ്റ് എടുക്കണം. 10 രൂപയോ മറ്റോ ആണ്. അത് ഓൺലൈനിലേ ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഒന്നുമില്ല അവിടുന്ന് ടിക്കറ്റ് എടുക്കാനായിട്ട്. ഹലേബീഡിലെ ഈ ക്ഷേത്ര കോംപ്ലക്സിൻ്റെ അകത്ത് തകർക്കപ്പെട്ടു പോയ ക്ഷേത്രങ്ങളുടെ, നാമാവശേഷമായ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളാണ് അവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. ഇവിടുന്ന് ഒരു 200 മീറ്റർ മാറിയാൽ നഗരേശ്വര ടെമ്പിൾ കോംപ്ലക്സ് ഉണ്ട്. അത് ആ അമ്പലം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ആ അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് മ്യൂസിയത്തിൻ്റെ ഈ ഭാഗത്ത് വേലി കെട്ടി തിരിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല. ഞാൻ മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് കയറിയില്ല, കയറാൻ പോകുന്നേ ഉള്ളൂ. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് ബാഹുബലിയുടെ ഒരു 10-15 അടി പൊക്കമുള്ള ഒരു പ്രതിമയും കാണാം. ഇത് ഹോയ്സാലറുടെ എംബ്ലമാണ്, രാജചിഹ്നമാണ്. ഞാൻ മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് കയറി. ഇവിടെ നമ്മുടെ ഹിന്ദു പുരാണങ്ങളിൽ പറയുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ഈശ്വരന്മാരുടെയും ദേവന്മാരുടെയും ദേവിമാരുടെയും എല്ലാം ശില്പങ്ങൾ നമുക്ക് കാണാം. ഇതെല്ലാം അവിടെ തകർന്നുപോയ അമ്പലങ്ങളിൽ നിന്ന് പെറുക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ശിവനും സരസ്വതിയും ബ്രഹ്മാവും വിഷ്ണുവും പാർവതിയും എല്ലാം ഉണ്ട് ഇവിടെ. ഇത് ഫുള്ളൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഈ മ്യൂസിയം ഇതെല്ലാം ഇതുപോലെയുള്ളതാണ്. മ്യൂസിയത്തിൽ നിന്ന് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ നഗരേശ്വര ടെമ്പിൾ കോംപ്ലക്സ്, പിന്നെ വേറൊരു ഹുക്കേശ്വര ടെമ്പിൾ, ഇങ്ങനെ തകർന്ന കുറേ അമ്പലങ്ങളുണ്ട്. ആ അമ്പലങ്ങളും പിന്നെ നമ്മൾ മുമ്പേ കണ്ട ആ
വലിയൊരു ടാങ്ക്, ഞാൻ പറഞ്ഞു ദ്വാരസമുദ്ര എന്ന് ഈ സ്ഥലത്തിന് പേര് വരാൻ തന്നെ കാരണം വലിയൊരു ടാങ്ക് അഥവാ തടാകം ഈ ഹോയ്സാല രാജാക്കന്മാരുണ്ടാക്കിയിരുന്നു. ആ തടാകത്തിൻ്റെ ചുറ്റുവട്ടത്തുമായിട്ടാണ് ഈ ഹലേബീഡ് എന്ന് പറയുന്ന ദ്വാരസമുദ്രം എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന ഈ ടൗണ് അല്ലെങ്കിൽ ഈ സിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. 3 സ്ക്വയർ കിലോമീറ്ററിനകത്താണ് ഈ ഹലേബീഡ് എന്ന് പറയുന്ന ടൗണ് പുരാതന കാലത്ത് നിലനിന്നിരുന്നത്. 3 ഡസൻ 10 അഥവാ 35-36 അമ്പലങ്ങളോളം ഈ 3 സ്ക്വയർ കിലോമീറ്ററിൻ്റെ അകത്തുണ്ടായിരുന്നു. അതിലേറ്റവും വലിയ അമ്പലം നമ്മൾ ഇന്നലെ കണ്ട ഹോയ്സാലേശ്വര ടെമ്പിളാണ്. ഇത് കൂടാതെ കുറച്ച് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ മാറി ഇതുപോലെ തന്നെ വലിയൊരു വേറൊരു അമ്പലവും കൂടി ഉണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണാൻ പോകുന്നുണ്ട്. ഇത് ബാക്കിയുള്ളതെല്ലാം ചെറിയ ചെറിയ അമ്പലങ്ങളാണ്. പിന്നെ കുറച്ച് ജൈന ക്ഷേത്രങ്ങളുമുണ്ട്. ഇത് തകർന്ന മറ്റൊരു അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇതിപ്പോൾ ഈ ഇടയ്ക്കെങ്ങാണ്ട് കുഴിച്ചെടുത്തേ ഉള്ളൂ. അതിൻ്റെ പേരെന്നാണെന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല ഈ ബോർഡിൽ. ഇത് ഈ തടാകത്തിൻ്റെ കല്യാണി പുഷ്കരണി എന്നാണ് ഈ തടാകത്തിന് പേര് പറയുന്നത്. അതിനോട് വളരെ ചേർന്നാണിത്. ഈ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ഇവിടുത്തെ ഇപ്പം നമ്മൾ ഈ കണ്ടതല്ലാതെ ഇനിയും ഇതിൻ്റെ മണ്ണിനടിയിൽ കുഴിച്ചെടുക്കാൻ പാകത്തിന് ധാരാളം ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇനിയും കിടപ്പുണ്ടെന്നാണ്. ഇതിൽ ഭൂരിഭാഗവും 14-ാം നൂറ്റാണ്ടിൽ ഖിൽജിയുടെ പടനായകനായിരുന്ന മാലിക് കഫൂറിൻ്റെ പടയോട്ട കാലത്താണ് ഈ ക്ഷേത്രങ്ങളിൽ ഭൂരിഭാഗവും നശിച്ചു പോയത്. അന്നത്തെ ഹോയ്സാല രാജാവ് വീരബല്ലല 3 ആയിരുന്നു. അദ്ദേഹത്തിനോട് ഖിൽജിയുടെ ഒരു സാമന്ത രാജാവാകാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കീഴിലുള്ള ഒരു രാജാവാകാനായിട്ട് അവർ പറഞ്ഞു ഈ ആക്രമണങ്ങൾ ഒഴിവാക്കാനായിട്ട്. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല. കീഴടങ്ങാൻ തയ്യാറല്ലായിരുന്ന വീരബല്ലല 3 പിന്നീട് ധാരാളം ആക്രമണങ്ങൾ തുടർച്ചയായി നേരിടേണ്ടി വന്നു. അതിൻ്റെ ഫലമായിട്ട് ഹോയ്സാല രാജവംശവും അതുപോലെ തന്നെ അവരുടെ തലസ്ഥാനമായിരുന്ന ഈ ഹലേബീഡും എല്ലാം ഏതാണ്ട് നാമാവശേഷമായി. നമ്മൾ ഈ ഭാഗത്തു നിന്ന് ഇനി അടുത്ത ക്ഷേത്രം കാണാനായിട്ട് പോവുകയാണ്. അതും ഇതുപോലെ തന്നെ നശിച്ചു കിടക്കുന്നതാണ്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് എല്ലാം ഒരു 100 മീറ്റർ 150 മീറ്റർ ഇങ്ങനെ മാറി മാറി ആയിട്ടാണ് കിടക്കുന്നത്. ഈ മുഴുവൻ ക്ഷേത്രങ്ങളൊന്നും ഇപ്പോഴും കുഴിച്ചെടുത്തിട്ടില്ല. ഇത് മറ്റൊരു അമ്പലമാണ്. മുമ്പേ നമ്മൾ കണ്ട അമ്പലത്തിൻ്റെ അവിടുന്ന് ഒരു 100-150 മീറ്റർ മാറിയാണ് ഈ അമ്പലം. ഇതൊക്കെ ഇപ്പം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇതിനേക്കാട്ടിലുമൊക്കെ ഭയങ്കര തകർന്ന അവസ്ഥയിലായിരുന്നു. ആർക്കിയോളജിക്കൽ സർവേയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുഴിച്ചെടുക്കുന്ന സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വെച്ച് പറ്റാവുന്നിടത്തോളം അവർ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചൊക്കെ പുനർനിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് നമ്മൾ ഈ കാണുന്നത്. അവിടുന്ന് നമ്മളിങ്ങ് പോന്നു. ഇപ്പം നമ്മൾ കാണുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ നഗരേശ്വര ടെമ്പിൾ കോംപ്ലക്സ് ആണ്. മുമ്പേ കണ്ടതുപോലെ തന്നെ ആ ടെമ്പിൾ കോംപ്ലക്സിൻ്റെ ഇല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ തകർന്ന അവശിഷ്ടങ്ങളിൽ നിന്നും എടുത്തു വച്ചിരിക്കുന്ന ശില്പങ്ങളാണിതെല്ലാം. ചിലയിടത്തൊക്കെ അതിൻ്റെ ചുവട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ആ ശില്പം എന്നുള്ളത്. അപ്പുറത്ത് കാണുന്ന ബിൽഡിങ് ഇൻ്റർപ്രിട്ടേഷൻ സെൻ്ററാണ് ആർക്കിയോളജിക്കൽ സർവേയുടെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കാനായിട്ടും കൂടുതൽ അറിയാനായിട്ടും ഒക്കെ ഉള്ളവർക്ക് അവിടെ പോയി നമുക്ക് അവരോട് കാണുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യാം. അവിടെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രവും കാര്യങ്ങളും എല്ലാം ഫോട്ടോ സഹിതം എഴുതിയും വെച്ചിട്ടുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ഹലേബീഡിലെ ക്ഷേത്രങ്ങളുടെ ശവപ്പറമ്പെന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. അത്രയ്ക്കും കഷ്ടമാണ്. ഇതിപ്പം ഞാൻ മുമ്പേ പറഞ്ഞു നഗരേശ്വര ടെമ്പിൾ കോംപ്ലക്സ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രമല്ല, ഈ നഗരേശ്വര ഇതിൻ്റെ അകത്ത് വിടുന്ന കുറേ ക്ഷേത്രങ്ങളുടെ തകർന്ന അവശിഷ്ടങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഭയങ്കരം കഷ്ടം തന്നെ. ഇത് ഇത്രയും ചെറിയ പീസുകളായിട്ടാണ് കിടക്കുന്നത്.
ബോംബ് വെച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത്രയും കഷ്ണങ്ങളായി പോകുമെന്ന് അറിയാൻ പറ്റില്ല. ഇത് കാണുമ്പം ഓർക്കുന്നത് നമ്മുടെ അഫ്ഗാനിസ്ഥാനിലെ ബാമിയൻ ബുദ്ധപ്രതിമകൾ താലിബാൻകാർ ബോംബ് വെച്ച് പൊട്ടിച്ച കാര്യമാണ്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ഹുക്കേശ്വര ടെമ്പിളിലാണ്. ഇത് ആർക്കിയോളജിക്കൽ സർവേ കുറേയൊക്കെ പുനർനിർമ്മിച്ചതാണ് തകർന്നു പോയിടത്തു നിന്നും. വളരെയധികം മാൻ പവറും അതുപോലെ തന്നെ പൈസയും ഒക്കെ ആവശ്യമുള്ള പരിപാടികളാണ്. അതുകൊണ്ട് വളരെ ഗ്രാജുവലായിട്ട് കാലങ്ങളെടുത്താണ് ഇതൊക്കെ പലതും പുനർനിർമ്മിക്കുന്നത്. ഇവിടുത്തെ കാടൊക്കെ വെട്ടിത്തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മെഷീൻ പ്രവർത്തിക്കുന്നതിൻ്റെ ഒച്ചയാണ് ഈ കേൾക്കുന്നത്. നമ്മളീ കാണാൻ പോകുന്നത് ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതും നമ്മൾ മുമ്പേ പറഞ്ഞ നഗേശ്വര ടെമ്പിൾ കോംപ്ലക്സിലുള്ള ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. ഹുക്കേശ്വര ടെമ്പിൾ കൊണ്ട് നമ്മൾ തിരിച്ചു പോന്നു. കുറേ അധികം സ്ഥലത്തുണ്ട് ഇതിരിക്കുന്നത്. ഇതാണ് ആർക്കിയോളജിക്കൽ സർവേയുടെ ഇൻ്റർപ്രിറ്റേഷൻ സെൻറ്റർ. ചെറിയൊരു മ്യൂസിയം പോലെ തന്നെയാണ് ഇതും. ഇവിടെയും നമ്മൾ മുമ്പേ പറഞ്ഞ ഹുക്കേശ്വര ടെമ്പിളിൻ്റെയും നഗരേശ്വര ടെമ്പിളിൻ്റെയും ഒക്കെ പിന്നെ പേര് അറിയാത്ത പല ക്ഷേത്രങ്ങളുടെയും അവശിഷ്ടങ്ങൾ പെറുക്കി അടുക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ള അകത്ത് കയറി നോക്കിയാൽ തന്നെ അറിയാവുള്ളൂ. നമുക്ക് എന്തായാലും അങ്ങോട്ട് കയറി നോക്കാം ഇൻ്റർപ്രിറ്റേഷൻ സെൻറ്ററിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ എന്നാണ്. ഈ ഇൻ്റർപ്രിറ്റേഷൻ സെൻറ്ററിലൂടെ കണ്ടിറങ്ങുന്നതോടുകൂടി ഹലേബീഡു ടെമ്പിൾ കോംപ്ലക്സിലെ കാഴ്ചകൾ ഏതാണ്ട് പൂർണ്ണമാകും. ഞാൻ ഈ ഇൻ്റർപ്രിറ്റേഷൻ സെൻറ്ററിൻ്റെ അകത്തോട്ട് കയറി. ഇവിടെയെല്ലാം നമ്മുടെ ഈ ഹലേബീഡിലെ ക്ഷേത്രങ്ങളുടെ ഫോട്ടോകളാണ്. ഹോയ്സാലേശ്വര ക്ഷേത്രത്തിൻ്റെയും പിന്നെ ഈ തകർന്നു പോയ മറ്റനവധി ക്ഷേത്രങ്ങളുടെയും കുഴിച്ചെടുത്ത ഭാഗങ്ങളുടെയൊക്കെ ഫോട്ടോകളാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിലും കന്നഡയിലും. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമുക്കിനി കാണാനുള്ളത് മറ്റൊരു വലിയ ശിവക്ഷേത്രവും അതുപോലെ തന്നെ 3 ജൈനക്ഷേത്രങ്ങളുമാണ്. അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, ശുഭയാത്ര.